മൂന്നാറിൽ കരിമ്പുലിയും ഇറങ്ങി. സെവൻമലയിലാണ് വിനോദസഞ്ചാരികൾ കരിമ്പുലിയെ കണ്ടത്. മൂന്നാർ മേഖലയിൽ ഇതിനു മുൻപ് നാട്ടുകാർ കരിമ്പുലിയെ കണ്ടിട്ടില്ല. No one really. Oh, luckily I got a proof. Now people, everybody want proof. മൂന്നാറിൽ ഏറ്റവും വളരെ റെയർ ആയിട്ട് കിട്ടിയ ഒരു ഇതുവരെ എനിക്ക് മുമ്പ് ആരും കണ്ടിട്ടില്ല എന്ന എൻ്റെ ഒരു ഓർമ്മ. അത് എനിക്ക് കാണാൻ കിട്ടിയ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ കാണാൻ വേണ്ടി കുറേ പൈസകൾ സ്പെൻഡ് ചെയ്തിരുന്ന കുറേ നാഷണൽ പാർക്സിലൊക്കെ പോയിട്ടും കിട്ടാത്ത ഒരു ചാൻസ് ഇന്ന് എനിക്ക് എൻ്റെ മൊബൈൽ ത്രൂ എനിക്കത് പകർത്താൻ പറ്റില്ല. വളരെ ഒരു സന്തോഷമാണ്. മൂന്നാറിൽ വൈൽഡ് ലൈഫ് ആദ്യം ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് നമുക്ക് ആഗ്രഹമുള്ള അനിമലാണ്, എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ അത്രയും അടുത്ത് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ഗുഡ് മോർണിംഗ് ജെയിൻ. ഇതിപ്പോ വിനോദസഞ്ചാരികൾ കണ്ടു എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയവുമുണ്ട്. നാട്ടിലെങ്ങും വന്യജീവികൾ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴും ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല എന്നത് ശരിയാണ്. അവിടെ പക്ഷെ ഭീതിയും നിലനിൽക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വന്യജീവികളുടെ തുടർച്ചയായിട്ടുള്ള സാന്നിധ്യം മലയോര മേഖലയിൽ മൊത്തത്തിൽ ഭീതി ജനിപ്പിക്കുന്നതാണ്. ഇതിപ്പോൾ സെവൻമലയിലാണ് ഈ കരിമ്പുലിയെ കണ്ടത്. ജർമ്മൻ സ്വദേശികളായിട്ടുള്ള 2 പേരുമായിട്ട് ഇവിടെ ട്രെക്കിങ്ങിനായി പോയതാണ്. രാവിലെ പുൽമേടുകൾക്കിടയിൽ ഈ പുലി നിൽക്കുന്നതാണ് കണ്ടത്. അതിനുശേഷം ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ പുൽമേടുകൾക്കിടയിലേക്ക് കയറി പോവുകയും ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഒരു ക്യാമറയിൽ കരിമ്പുലിയുടെ ദൃശ്യങ്ങൾ മൂന്നാറിൽ നിന്ന് പതിയുന്നത്. ഇതിനു മുമ്പ് രാജമലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറ ഈ കരിമ്പുലിയുടെ സാന്നിധ്യം തെളിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചിത്രം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. രാജമലയും ഈ സെവൻമലയും തമ്മിൽ അധിക ദൂരമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട കരിമ്പുലി തന്നെയാകാം ഇത് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. എന്തായാലും വളരെ അപൂർവമായിട്ടാണ് കരിമ്പുലിയെ കാണാൻ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഭീതി ജനിപ്പിക്കുന്ന പുലിയുടെയും അതോടൊപ്പം തന്നെ കടുവയുടെയും ഒക്കെ സാന്നിധ്യമുള്ള മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ശരി ജെയിൻ.